കോതമംഗലം കോട്ടപ്പടിയിൽ സോളാർ ഫെൻസിംഗ് തകർത്ത് കാട്ടാനക്കൂട്ടം. ഇന്നലെ വൈകിട്ടോടെ ജനവാസ മേഖലയിലെത്തിയ ആനക്കൂട്ടം പുലർച്ചെ വരെ ഭീതി വിതച്ചു. വനംവകുപ്പിന്റെ ഇടപെടലില്ലാത്തത് പ്രശ്നം രൂക്ഷമാക്കുന്നുവെന്ന് നാട്ടുകാർ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് 4 വലിയ ആനകളും 2 കുട്ടിയാനകളും കോട്ടപ്പടി മേഖലയിലെത്തിയത്. ബാവേലി, മുട്ടത്തുപാറ, കൂവക്കണ്ടം മേഖലയിൽ പുലരുവോളം നാശം വിതച്ചു. സമീപകാലത്ത് നിർമ്മിച്ച സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ തകർത്താണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തിയത്. മരം നിർത്തിക്കൊണ്ടാണ് ഈ ഫെൻസിങ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഫെൻസിങ്ങിലേക്ക് ഡെയിലി സൈഡിലുള്ള വട്ട അങ്ങനെയുള്ള മരങ്ങൾ തള്ളി ആന യഥേഷ്ടം കുടികളിലേക്ക് വരികയും വാഴകൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഫെൻസിങ് ഇടുന്ന കോൺട്രാക്ടർ പറയുന്ന ഒരു മരം പോലും വെട്ടാനായിട്ട് ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല. അതേമട്ട് തന്നെ ഫോറസ്റ്റുകാർ പറയുന്നു മരം വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലല്ല ഈ ഫെൻസിങ് ഇടുന്നത്. ഈ ഫെൻസിങ് കൊണ്ട് യാതൊരു പ്രയോജനവും ഈ നാട്ടുകാർക്കില്ല. വൈകിട്ട് 4 മണിക്ക് വിവരം അറിയിച്ചിട്ടും 7 മണിയോടെയാണ് വനം വകുപ്പ് എത്തിയത് എന്ന നാട്ടുകാരുടെ ആരോപണമുണ്ട്. പടക്കം പൊട്ടിച്ച് കാട് കയറ്റാൻ ശ്രമിച്ചെങ്കിലും സ്ഫോടന ശബ്ദം കേട്ടതോടെ ആന ജനവാസ മേഖലയിലേക്ക് ഓടി. കാർഷിക വിളകൾ നശിപ്പിച്ചതിനു പുറമെ പ്രദേശത്തെ ഫെൻസിങ്ങും മതിലുകളും ആനക്കൂട്ടം തകർത്തു. രാപ്പകൽ ഭേദമില്ലാതെ ആനക്കൂട്ടം പ്രദേശത്ത് തമ്പടിക്കുന്നത് മനുഷ്യജീവന് പോലും ഭീഷണിയാവുകയാണ്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.